നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2017 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു. പൂരം നക്ഷത്രക്കാർ വളരെയധികം ഓർമ്മശക്തിയുള്ളവരായിരിക്കും. സംഭാഷണ ചാതുരി കൊണ്ട് ആരെയും വശത്താക്കാൻ ഇവർക്ക് കഴിയും. ആർക്കും എന്തും ദാനം ചെയ്യാൻ ഇക്കൂട്ടർക്ക് മടിയില്ല. സത്യസന്ധരും വിവേകികളുമായ ഇവർ ജീവിതത്തിൽ വിജയശ്രീലാളിതരാകും. അനാവശ്യമായും പണം ചെലവാക്കും. മേലുദ്യോഗസ്ഥർക്ക് പ്രിയപ്പെട്ടവനായിരിക്കും. ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും പ്രശസ്തനാകും. സ്ത്രീകൾ മധുരമായി സംസാരിക്കുകയും കലകളിലും ശാസ്ത്രങ്ങളിലും അഭിരുചി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയുന്നു. പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യമാണ്. ചെയ്യുന്ന കർമ്മങ്ങളിൽ പുരോഗതിയും സന്താനങ്ങളുടെ മംഗളകർമ്മങ്ങൾ നടത്താൻ ഇടവരികയും ചെയ്യുന്നതാണ്. വീട് പണിയുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യും. വാഹനം വാങ്ങണമെന്നുള്ളവർക്ക് അതിന് സന്ദർഭമുണ്ടായെന്ന് വരും. സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കാനിടയുണ്ട്. അകാരണമായി അപമാനഭീതി ഉളവായേക്കും. വിദേശത്ത് പോകണമെന്നുള്ളവർക്ക് ആഗ്രഹം സാധിക്കും. വീട്ടിൽ പൊതുവെ കുടുംബസുഖം കുറയാനിടയുണ്ട്. വെടിമരുന്ന് ആയുധ ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും. വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. കളവ്, വഞ്ചന എന്നിവയിൽ ചെന്നു ചേടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ അഭിവൃദ്ധിയുണ്ടാകും. കിട്ടാനുള്ള പണം കൈവശം വന്നു ചേരാൻ കാലതാമസം നേരിടും. പ്രായപൂർത്തിയായ സന്താനങ്ങളുടെ വിവാഹം നടത്തും. യന്ത്രസംബന്ധമായ എല്ലാ ഇടപാടുകളിൽ നിന്നും കൂടുതൽ ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. വിദേശവാസികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും. സിവിൽ കേസുകളിൽ അനുകൂല തീരുമാനമുണ്ടാകും. സിനിമ, നാടകം തുടങ്ങിയ കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല സമയമാണ്. നിർമ്മാണ സംബന്ധമായ കരാറുകളിൽ നിന്നും പ്രതീക്ഷയിലും കവിഞ്ഞ ആദായം ലഭിക്കും. സർവീസിൽ പ്രമോഷൻ ലഭിക്കാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും. സ്ത്രീജനങ്ങളുടെ പ്രേരണ നിമിത്തം അമിതമായ ചെലവ് വന്നുപെടും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയമുണ്ടാകും. വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായി വരും. അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും സുരക്ഷിതമായ മറ്റൊന്ന് ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. വാക്കും പ്രവൃത്തിയും പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രദമാകും. വ്യാപാര, വ്യവസായ, വിപണന മേഖലകളിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ജാഗ്രതയോടു കൂടിയുള്ള പ്രവർത്തന ശൈലിക്ക് അനുമോദനങ്ങൾ വന്നുചേരും. ക്രിയാത്മകമായ നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വൻ വിജയത്തിന് വഴിയൊരുക്കും. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കും. നിരാലംബരായവർക്ക് അഭയം നൽകുന്നതിൽ ആത്മാഭിമാനം തോന്നും. പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ദുശീലങ്ങൾ ഒഴിവാകും. കുടുംബ സംരക്ഷണ ചുമതല വർദ്ധിക്കും. മാതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി മാറി താമസിക്കാൻ ഇടവരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കാൻ സാധിക്കും. സാഹിത്യം, കല, കായികം തുടങ്ങിയ മേഖലകളിലും വിജയം നേടും. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും വളരെ വേണം. സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിൽ ചേരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ സർവകാര്യ വിജയം നേടും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. പൂരം നക്ഷത്രത്തിന് ഉത്രട്ടാതി വേദമാണ്. പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത്. ആര്യമാവാണ് പൂരം നക്ഷത്രത്തിൻ്റെ ദേവത. ഭൂതം ജലമാകുന്നു. വൃക്ഷം പ്ലാശ്. പക്ഷി ചെമ്പോത്തും മൃഗം ചുണ്ടലിയുമാണ്. ഇതിൻ പ്രകാരം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും
പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്.